വടക്കേ അമേരിക്കയിലെ ദനാലിയിൽ നിന്ന് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നു. കാശ്മീരായിരുന്നു ഈ വാർത്ത നമുക്കൊപ്പം ഇന്നലെ ബ്രേക്ക് ചെയ്ത് ആ വാർത്തയ്ക്ക് ഒരു നല്ല പരിസമാപ്തിയിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ കാശ്മീർ തന്നെ അത് പറയട്ടെ. വടക്കേ അമേരിക്കയിലെ ദനാലി പർവ്വതത്തിൽ കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ സുരക്ഷിതനാണ്. അവൻ താഴെ ബേസ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഖാനയും ഒപ്പമുള്ള തമിഴ്നാട് സ്വദേശിയെ കണ്ടെത്തി സുരക്ഷിതമായി താഴെ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് നേരത്തെ അലാസ്ക ഗവർണറുടെ ഓഫീസ് നമ്മളെ അറിയിച്ചിരുന്നു. അതിനിടെ ഷെയ്ഖ് ഹസൻ ഖാനെ തിരിച്ചെത്തിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് തരൂർ MP അടക്കം വിദേശകാര്യമന്ത്രി കത്തയക്കുകയോ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ഏറ്റവും ഒടുവിൽ വരുന്നത് നമ്മുടെ സിയാറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ഭാഗമായിട്ടുള്ള ഒരു അറിയിപ്പാണ്. അവിടെ അവനെ കണ്ടെത്താൻ കഴിയും. അത് ആ അറിയിപ്പ് വന്നിട്ട് കുറച്ച് സമയമായിരുന്നു സ്കാൻ. അപ്പോൾ അവനെ അവിടെ കണ്ടെത്തിയിരുന്നു. നിരന്തരമായി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. താഴെ നിന്ന് പോയ സംഘം ഷെയ്ഖുമായി താഴെ ബേസ് ക്യാമ്പിലേക്ക് വരികയാണ് എന്നാണ് അറിയിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് അമേരിക്കയിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം ആ ബേസ് ക്യാമ്പിലേക്ക് ഷെയ്ഖ് എത്തിയിരിക്കുന്നു. ഇപ്പോൾ കാര്യങ്ങൾ സേഫാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിലെ ആശങ്ക ഒഴിഞ്ഞു വന്ന് മനസ്സിലാക്കാം. സ്കേൻ ഷെയ്ഖ് ഹസൻ ഖാന്റെ ഉമ്മ ഷാഹിദ നമുക്കൊപ്പം ചെയ്യുന്നു. ഉമ്മ നമസ്കാരം. ഉമ്മയ്ക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഉമ്മയോട് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. മകൻ വളരെ സേഫായിട്ട് താഴത്തെ ക്യാമ്പിലേക്ക് നടന്നെത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത്. രാവിലെ മോർണിംഗ് ഷോയിൽ ആഷ്മി താജ് ഇബ്രാഹിമാണ് ഈ വാർത്ത ജനങ്ങളെ അറിയിച്ചത്. ഒരുപാട് ഇടപെടലുകൾ ഉണ്ടായി. ഉമ്മയ്ക്ക് എന്തായാലും ആശ്വാസമുണ്ട്. ഈ നിമിഷം ഈ വാർത്ത വരുമ്പോൾ ഉമ്മയുടെ ഒരു മനസ്സെങ്ങനെയാണ്? എനിക്ക് സന്തോഷമായി. എനിക്ക് 2 ദിവസം കൊണ്ട് ഇന്നലെ 2 ദിവസം കൊണ്ട് എനിക്ക് പ്രയാസമായിരുന്നു. ഇപ്പോൾ സമാധാനമുണ്ട്, ചെറിയൊരു സമാധാനമുണ്ട്. നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. കാരണം നമുക്കവിടെ നിന്ന് അമേരിക്കയിലെ സിയാറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ താഴെ ക്യാമ്പിലേക്ക് 17,000 അടി ഉയരത്തിലായിരുന്ന മകൻ താഴേക്ക് വളരെ സേഫായിട്ട് സുരക്ഷിതനായിട്ട് ഇറങ്ങി വന്നു എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. അത്രയും സുരക്ഷിതമായ വാർത്ത ഉമ്മയെ തേടി വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി മൊത്തം വിളിക്കുമായിരുന്നു. ഉമ്മ വളരെ കരച്ചിലൊക്കെ ആയെന്ന് എനിക്ക് മനസ്സിലായി. ആഷ്മി ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായെന്ന് പറയുന്നു. ഈ പർവ്വതാരോഹകൻ വീട്ടിൽ വന്നാലേ ഇനി വിടണ്ട, ഉമ്മ പിടിച്ചു നിർത്തിക്കൂ അല്ലേ? ഇനി വിടുന്നില്ല പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല. പിന്നെ അടുത്ത മല കയറിപ്പോ. ഈ പർവ്വതം കണ്ട അവിടെ പുള്ളി കയറിപ്പോന്ന സ്വഭാവം അല്ലേ? അതെ, പുള്ളി കയറിപ്പോ. അടുത്ത ആഗസ്റ്റിൽ അവർ എവറസ്റ്റ് 25 മലയാളികളെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങേര്. ഈ പന്തളത്ത് പർവ്വതം ഇല്ലാത്ത ഭാഗ്യം അല്ലേ ഉമ്മ? അല്ലെങ്കിൽ അവിടെ കൂടെ വലിഞ്ഞു കയറിയത്. അപ്പൊ എന്തായാലും ഉമ്മയുടെ കൂടെ ഇപ്പൊ ആളുകളൊക്കെ വന്നിട്ടുണ്ടോ? വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇപ്പോ? ഉണ്ട്. നാത്തൂനൊക്കെ അയൽവാസികളുണ്ട്. ഉമ്മ അറിഞ്ഞിരുന്നോ ഈ വിവരം? ഇല്ല, അറിഞ്ഞില്ല. ഇപ്പോഴാണ് അറിഞ്ഞില്ല. ഓ, അപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ആഷ്മിക്കാണ് വിവരം വാട്സാപ്പിൽ വന്നത്. അമേരിക്കയിലെ സിയാറ്റ് എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടെത്തി, താഴേക്ക് വന്നു, ബേസ് ക്യാമ്പിലെത്തി, സുരക്ഷിതനാണ്, ഒരു കുഴപ്പമില്ല, ഉമ്മ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. സമാധാനമായി. ഉമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞായിരുന്നു. ഫ്ലവേഴ്സ് 1 കോടിയിൽ വന്നിരുന്നല്ലോ ഷെയ്ഖ് ഒരു ദിവസം. അന്ന് കാര്യങ്ങൾ അപ്പോൾ ഉമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ശരി. ഉമ്മ സന്തോഷമായിട്ടിരിക്കുക. ശരി. ആഷ്മിയോട് എന്തെങ്കിലും പറയാനുണ്ടോ ഉമ്മയ്ക്ക്? ഒന്നുമില്ല. പക്ഷെ ഞാൻ രാത്രി വിളിച്ചിരുന്നു, രാവിലെ വിളിച്ച 5:30. അപ്പൊ എന്നോട് പറഞ്ഞു അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. സന്തോഷം പോലെ എനിക്ക്. ശരി മോനെ. ഓക്കെ മോനെ. ഓക്കെ, എന്തായാലും ഉമ്മയ്ക്ക് സന്തോഷമായി അല്ലേ ലക്ഷ്മി? കാര്യം ഉമ്മ രാത്രി ഉറക്കമില്ലായിരുന്നു. അതല്ല, ഒന്നാമതൊരു ദുരന്തമൊക്കെ കയറിയ വീടാണത് അല്ലേ? നമ്മളത് പറയുന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നുള്ള